എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എബ്രഹാം ലൂക്കോസ്. ഞാൻ കേംബ്രിഡ്ജിൽ നിന്ന് വരുന്നു. ജീവൻ ട്രസ്റ്റിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ്. നമ്മളോടുകൂടെ ഇന്ന് സംസാരിക്കാനുള്ളത് ജീവൻ ട്രസ്റ്റിൻ്റെ ആദ്യകാല പ്രവർത്തകനും സണ്ടർലാൻഡിൽ താമസിക്കുന്നതായ നമ്മൾ ബഹുമാന്യ സിബി തോമസിനെയാണ്. സിബി തോമസ്, നമസ്കാരം. ഈ ജീവൻ ട്രസ്റ്റ് എന്ന ആശയം എങ്ങനെയാണ് ഉടലെടുത്തത്? 2022 ഡിസംബർ 15 UK കെറ്ററിങ്ങിൽ നടന്നൊരു ദുരന്തമാണ് ജീവൻ ട്രസ്റ്റ് ഉടലെടുക്കാനായിട്ട് കാരണമായത്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഗൃഹനാഥൻ ഭാര്യയെയും 2 കുഞ്ഞുമക്കളെയും കൊലപ്പെടുത്തി. അതിനോടനുബന്ധിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, നമ്മുടെ മലയാളി സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊലപാതകം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ആ ഒരു വേദനയിൽ നിന്ന് ഞാനൊരു ഫേസ്ബുക്കിലൊരു ലൈവ് ഇടുകയും ആ ലൈവ് കണ്ട് പലരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും നമുക്കിതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആശയമായിട്ട് പലരും എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ മുന്നോട്ട് വരികയും, അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഒരു സൂമിലൊരു മീറ്റിംഗ് കൂടി അങ്ങനെ തീരുമാനിച്ചു ജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി നമുക്ക് ഫോം ചെയ്യാം. അന്നേരം കൂടിയിരുന്നവർ പറഞ്ഞു, നമുക്ക് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേര് ജീവനും ജാൻവിയായിരുന്നു, അവരുടെ പേര് ചേർത്ത് ജീവൻ ട്രസ്റ്റ് എന്നുള്ള ഒരു പേര് കൊടുക്കാം. അതുകൂടാതെ ജീവൻ ട്രസ്റ്റ് എന്നും ആ ഒരു ദുരന്തത്തിൽപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ ആ അനുസ്മരണ നമ്മൾക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ മലയാളി കുടുംബങ്ങൾക്ക് ഒരു പുതുജീവൻ കൊടുക്കാമെന്നുള്ളതാണ് ഈ സംരംഭത്തിൻ്റെ ഒരു തുടക്കം. അതാണ് ഇന്ന് ജീവൻ ട്രസ്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ UK പ്രവർത്തിക്കുന്നത്. ഈ ജീവൻ ട്രസ്റ്റിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളൊന്നും വിശദീകരിക്കാമോ? അതുപോലെ തന്നെ ഏതൊക്കെ മേഖലയിലുള്ളവരാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവൻ ട്രസ്റ്റ് മെയിനായിട്ട് ആദ്യകാലത്ത് ഫോക്കസ് ചെയ്തത് ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം സമൂഹത്തിന് എന്നുള്ളതായിരുന്നു. അന്നേരം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എല്ലാ തലത്തിലുമുള്ള ആൾക്കാർ ഈ ജീവൻ ട്രസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡോക്ടേഴ്സ് വേണം. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ GP സർജറിയിലുള്ളവർ വേണം, സൈക്കാട്രിസ്റ്റ് വേണം, നേഴ്സുമാർ വേണം, അതുകൂടാതെ സോഷ്യൽ വർക്കേഴ്സ് വേണം, സോളിസിറ്റേഴ്സ് വേണം, അതുകൂടാതെ സമൂഹത്തിൽ നാനാതറയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക മേഖലകളിലും മറ്റ് മതമേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു സേവനം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മേഖലയിലുള്ള എല്ലാവരെയും തുടക്കത്തിൽ തന്നെ നമ്മൾ ഫൗണ്ടർ മെമ്പേഴ്സായിട്ട് സെലക്ട് ചെയ്തു. അതുകൂടാതെ ജീവൻ ട്രസ്റ്റ് സെലക്ട് ചെയ്യപ്പെട്ടവരെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അവർ വർഷങ്ങളായിട്ട് ഏതെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ചെയ്ത് സമൂഹത്തിൽ ഇതിനോടൊരു പാഷനുള്ളവരെ മാത്രമാണ് നമ്മളിതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഇവിടെ UK കുടിയേറിയിട്ടുള്ള മലയാളികൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് വളരെയേറെ നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. കാരണം കുടുംബജീവൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ കുറേ നമ്മുടെ പേരൻസിൻ്റെയും ഫാമിലിയുടെയൊക്കെ സപ്പോർട്ട് കിട്ടും. ഇവിടെ നമുക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല. ഇവിടെ 2 പേരും വർക്കിംഗ് ആണ്, 2 പേരും ഡിഫറൻറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. അതുകൂടാതെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും എടുക്കാനും ആരേലും ഒരാൾ വേണം. കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ വെറുതെ വീട്ടിൽ തന്നെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കുകയില്ല. അത് നിയമപ്രശ്നങ്ങളുണ്ടാകും. അന്നേരം ശരിക്കും ഒരു യുദ്ധമാണെന്ന് വേണേൽ പറയാം. അന്നേരം ഇതുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ പ്രഷറുകളുണ്ടാകുന്നു. അത് പലപ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു. പിന്നെ ജീവിത ചെലവ് കൂടുന്നു, വാടക കൂടുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ പലരും ഓവർ ടൈം ചെയ്യാനും ഒക്കെ പോസ്റ്റ് ആകുന്നു. അത് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും വേണ്ട അറ്റൻഷൻസ് കിട്ടാതെ വരുന്നു. അന്നേരം അതും മലയാളികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വേറൊരു മേഖല, ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ GPD എടുത്ത് പോകണം. നമുക്ക് ചിലപ്പോൾ ഒത്തിരിയേറെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതുകൂടാതെ നമ്മളിപ്പം ഒരു എമർജൻസി വന്ന് ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി പോയാൽ പോലും നമ്മൾ അവിടെ പോയി തിരികെ വരുമ്പോഴത്തേനും ഒത്തിരിയേറെ
അവേഴ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നു. ഇത് സാധാരണക്കാർ നേരിടുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ രണ്ട് മേഖലകളും കൂടാതെ നമ്മൾ നേരിടുന്ന വേറെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ കുടിയേറി വന്ന പലപ്പോഴും പലരുടെയും ഭർത്താക്കന്മാർ സ്കിൽഡ് അല്ലാത്തവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും, പക്ഷേ ഇവിടെ അവർ വരുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ ജോലി കിട്ടാത്ത ഒരവസ്ഥ ഇന്ന് പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും വളരെയേറെ ജോലിക്ക് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. ഇതാണ് പ്രധാനമായിട്ടും മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ ജീവൻ ട്രസ്റ്റിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? ജീവൻ ട്രസ്റ്റിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകാതെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള മലയാളികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ എല്ലാ ഇൻഫർമേഷനും ഇംഗ്ലീഷിൽ അവൈലബിളാണ് എല്ലാ രീതിയിലും. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്തവർക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, പ്രത്യേകിച്ച് ഇവിടെയുള്ള മലയാളികൾ അതിന് കോമ്പിറ്റൻ്റ് ആയവരുടെ എല്ലാ സബ്ജക്റ്റുകളെക്കുറിച്ചും ഇതുപോലെയുള്ള നല്ല സെഷൻസ് ജീവൻ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അന്നേരം അവർക്ക് അത് കാണാനും അത് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അത് എല്ലാ മേഖലകളിലും, അതുപോലെ ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ടത്, അഡൽട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, നിയമപരമായിട്ടുള്ള ബന്ധപ്പെട്ടത്, ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വെബ്സൈറ്റിൽ ടോക്കുകൾ അപ്ലോഡ് ചെയ്യുക, ചെറിയ ടോക്കുകൾ. പിന്നെ കാണുന്ന ഒരു പ്രത്യേകത, ഇവിടെ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൗൺസിലിംഗ് വേണ്ട പലരുമുണ്ട്. ഇവിടെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെ വെറുതെ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ സ്പിരിച്വൽ കൗൺസിലിങ്ങിനൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട്. എന്നാൽ ഇവിടെ സൈക്കോളജിക്കലായിട്ട് കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്, പക്ഷേ അത് വളരെ എക്സ്പെൻസീവാണ്. നമ്മുടെ കൾച്ചറുമായിട്ട് അത് പലപ്പോഴും യോജിച്ച് പോകുന്നതായിരിക്കുകയില്ല. അന്നേരം ജീവൻ ട്രസ്റ്റിൽ കൗൺസിലിംഗ് ഫീൽഡിൽ പരിചയമുള്ളവരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നാട്ടിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളവർ ഇവിടെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, ബ്രിട്ടീഷ് സൊസൈറ്റി ജീവിക്കുന്ന മലയാളികൾക്ക് സൂട്ടാകുന്ന രീതിയിൽ ഒരു കൗൺസിലിംഗ് കോഴ്സിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടക്കത്തിൽ നമ്മളൊരു 25 പേരെ ട്രെയിൻ ചെയ്ത് എടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ മുന്നോട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇതുവരെയുള്ള ജീവൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ജീവൻ ട്രസ്റ്റിൻ്റെ ഒരു ഹോട്ട് ലൈൻ നമ്പറുണ്ട്. ഹോട്ട് ലൈൻ നമ്പർ വഴിയും വെബ്സൈറ്റ് വഴിയും നമ്മളെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലായിരുന്നു കോളുകൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഈ നമ്പർ പലർക്കും ഷെയർ ചെയ്യപ്പോൾ നാനാ തുറകളിലുള്ള ആൾക്കാർ പലതരത്തിലുള്ള കോളുകളുമായിട്ടാണ് നമ്മളെ സമീപിച്ചത്. അതായത് കെയർ ഹോമിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഡിസ്മിസലുകൾ, അതുകൂടാതെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതുകൂടാതെ പുതിയതായിട്ട് വന്നവർക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സോളിസിറ്റേഴ്സിൻ്റെ സപ്പോർട്ട് വേണ്ടത്, അതുപോലെ വിസയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെയാണ് നമുക്ക് കോളുകൾ പലതും വരാനായിട്ട് തുടങ്ങിയത്. എന്നാൽ നമ്മൾ ഈ മേഖലകളിലൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡൊമസ്റ്റിക് വയലൻസിൻ്റെ മേഖലയിൽ വരുന്ന കോളുകൾ പലപ്പോഴും ഇത് ഓൾറെഡി പോലീസിന് കംപ്ലൈൻറ്റ് പോയി, സോഷ്യൽ സർവീസസ്, പോലീസ്, അതുപോലെ സ്കൂൾ, ഇവരെല്ലാം ഉൾപ്പെട്ടതിന് ശേഷമാണ് ജീവൻ ട്രസ്റ്റിന് നമുക്ക് കോളുകൾ വരുന്നത്. അന്നേരം ജീവൻ ട്രസ്റ്റ് ഫേസ് ചെയ്യുന്നൊരു ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി ലോക്കൽ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു കേസിന് നമുക്ക് ഒരു പരിധി കൂടുതൽ ഇൻ്റർവെൻഷൻ നടത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവൻ ട്രസ്റ്റിൻ്റെ പുറകിലുള്ളവരൊക്കെ തന്നെ ഇവിടെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അന്നേരം ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും, കോൺഫിഡൻഷ്യാലിറ്റി വരും. അതുകൊണ്ട് ഞങ്ങളെടുത്ത ഒരു ധീരമായൊരു തീരുമാനം, അവെയർനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എങ്ങനെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, എങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഇല്ലാതെ ഒരു ഹെൽത്തി ഫാമിലി ലൈഫ് നടത്താം, ഹെൽത്തി പേരൻറ്റിങ്, കമ്മ്യൂണിക്കേഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ
മലയാളികൾക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജീവൻ ട്രസ്റ്റിൻ്റെ ആശയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ജീവൻ ട്രസ്റ്റ് UK മലയാളികൾക്ക് എന്നും ഒരു പ്രകാശമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.